കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ. ഞാൻ 2 വർഷം ജയിലിലായിരുന്നു. രണ്ടു വർഷം എന്നല്ല, 2 ദിവസമേ അയാള് ഇറങ്ങിയിട്ടൊന്നു. എന്നെയും അയാളെയും കൂടെ കിടത്തി കസ്റ്റമറിന് ഡ്രസ് ഇല്ലാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ 3നെയും പൂശി ഇവിടെ ഇട്ടാല് ആരും അറിയത്തില്ല. തിരുവല്ല മീന്തലക്കരയിൽ നടന്ന അതിക്രൂരമായ കൂട്ടബലാത്സംഗവും അതിനു പിന്നിലെ ഞെട്ടിക്കുന്ന അധോലോക പോലീസ് ഔഷധ ബന്ധങ്ങളും കേരള മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ ക്രിമിനൽ കുറ്റകൃത്യം എന്നതിലെല്ലാം ഉപരി ഭരണ സംവിധാനങ്ങളിലെ ഭരണകൂട സംവിധാനങ്ങളും ക്രിമിനൽ മാഫിയകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഭയാനകമായ മുഖമാണ് ഈ സംഭവത്തിലൂടെ എല്ലാം പുറത്തു വരുന്നത്. മീന്തലക്കരയിലെ സ്പായിൽ അതിക്രമിച്ചു കയറി ഗുണ്ടാ സംഘം യുവതിയെ കത്തിമുന്നിൽ നിർത്തി പീഡിപ്പിച്ചത് കേവലം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങളിൽ നടപ്പിലാക്കിയ ഒരു പ്രതികാര നടപടിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിലെ പ്രധാന കണ്ണി മരണസുബിൻ എന്ന് വിളിക്കപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ചാപ്പയാണ്. കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടിട്ടുള്ള ഇയാൾ തിരുവല്ലയിലെ ഗുണ്ടാ സംഘങ്ങളിലെ പ്രമുഖൻ കൂടിയാണ്. മീന്തലക്കരയിലെ സ്പായിലെ 10ഓളം പേരുമായി ഇയാൾ അതിക്രമിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ പൂർവകൃത്യത്തിന് പിന്നിൽ മറ്റൊരു വലിയ ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ ഈ അതിക്രൂരമായ കൃത്യത്തിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട വലിയ ഗൂഢാലോചനയുണ്ട്. മഞ്ഞാടിയിൽ സ്വന്തമായി സ്പാ നടത്തുന്ന മറ്റൊരു കാപ്പ പട്ടിയുടെ കൊട്ടേഷനായിരുന്നു ഈ ആക്രമണമെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന സൂചനകളല്ല. സ്പാ ഉടമകൾ തമ്മിലുള്ള കിടമത്സരവും പോലീസിന് നൽകേണ്ട മാസപ്പടി മുടങ്ങിയതുമാണ് ഇത്തരമൊരു അതിക്രമത്തിലേക്ക് നയിച്ചതെന്നതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളല്ല. തിരുവല്ലയിലെ വിവിധ സ്പാകളിൽ നിന്നും പോലീസിന് വേണ്ടി കേന്ദ്രീകൃതമായി മാസപ്പടി പിരിച്ചിരുന്നത് മരണം സുബിനായിരുന്നു എന്ന വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഗൗരവകരം കൂടിയാണ്. നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കുറ്റവാളികളെ തങ്ങളുടെ പണം പിരിവ് ഏജന്റുമാരായി നിയമിച്ചിരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മഞ്ഞാടിയിലെ കാപ്പ പട്ടിയുടെ സ്പായിൽ വെച്ചാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അതുപോലെ DSP ഓഫീസിലെ ചില പോലീസുകാരും പണമെല്ലാം കൈപ്പറ്റിയിരുന്നത്. മീന്തലക്കരയിലെ സ്പാ ഉടമ ഈ പണി നൽകാൻ വിസമ്മതിച്ചതാണ് പ്രതികാരത്തിന്റെ പ്രധാന കാരണമാകുന്നത്. ഈ സ്പാകളിൽ അനാശാസ്ത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പോലീസ് നടപടി എടുക്കാതിരുന്നത് ഈ സാമ്പത്തിക നേട്ടം കാരണമായിരുന്നു. തനിക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും സുബിൻ പീഡനത്തിനിടയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഈ ആത്മവിശ്വാസം വരുന്നത് പോലീസിലെ ഒരു വിഭാഗം തങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. വിവാദ നായകനായ ഒരു മുൻ SHO ആണ് ഈ ഗുണ്ടാപ്പുലികൾക്ക് പേരിലെ സൂത്രധാരനാണ് പറയപ്പെടുന്നത്. ഇയാൾ തിരുവല്ലയിൽ നിന്ന് സ്ഥലം മാറി പോയിട്ടും തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇന്നും അവിടെ സജീവമായി തുടരുകയാണ്. ഇയാളുടെ ഔദ്യോഗിക പദവി ക്രിമിനലുകളുമായുള്ള അടുത്ത ബന്ധവും ഉപയോഗിച്ച് സ്പാ ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു വലിയ ശൃംഖല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ SHOയുടെ ഡ്രൈവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന സംശയവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും അവർ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെയും സ്വീകരിച്ചു പോകുന്ന ആക്ഷേപമൊക്കെ പരക്കെ ഉയർന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ കഴിഞ്ഞ 6 വർഷമായി തിരുവല്ലയിൽ തന്നെ തുടരുന്നത് ഇത്തരം അവിശുദ്ധ ബന്ധങ്ങൾ സംരക്ഷിക്കാനാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഇയാളുടെ ഫോൺ രേഖകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചാൽ പോലീസിലെ അഴിമതിക്കാരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും അതിനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഈ കേസിൽ ഇതുവരെ 3 പ്രതികളാണ് പിടിയിലാവുന്നത്. മരണ സുബിൻ, ബെർലിൻ ദാസ് എന്നിവർക്ക് പുറമെ ഏറ്റവും ഒടുവിൽ നിരണം സ്വദേശി വരുൺകുമാർ കൂടി പോലീസിന്റെ വലയിലായിട്ടുണ്ട്. ആരിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വരുണിനെ പിടികൂടിയതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തും ടവർ ലൊക്കേഷൻ മാറ്റി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ ശാസ്ത്രീയമായ നീക്കങ്ങളിലൂടെയാണ് കീഴടക്കിയത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്ത മാവേലിക്കര സബ് ജയിലിലേക്ക് അയച്ചിരിക്കുക കൂടിയാണ്. കേസിൽ ഇനിയും 3 പ്രതികൾ കൂടി പിടിക്കപ്പെടാനുമുണ്ട്. ഇവർ സംസ്ഥാനം വിട്ടതായുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില സഹപ്രവർത്തകരെയും അവരുടെ സുഹൃത്തുക്കളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. സ്പാ ഉടമയെ ഭീഷണിപ്പെടുത്താൻ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കേണ്ടതുണ്ടെന്നും അക്രമം നടന്ന സമയത്ത് തന്നെ സ്പായിൽ നടന്ന ഒരു ഇടപാടുകാരനെ ജീവനക്കാർക്കൊപ്പം നിർത്തി വീഡിയോ ചിത്രീകരിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിനൊപ്പം തന്നെ നമുക്ക് ഒരിക്കൽ കൂടി ആ അതിജീവിത പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. കാരണം അത്രത്തോളം നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കുന്നതാണ് അവരുടെ ഓരോ വാക്കുകളും. കൊട്ടേഷൻ ആണെന്ന് സുബിൻ എന്നോട് പറഞ്ഞു. കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ. ഞാൻ 2 വർഷം ജയിലിലായിരുന്നു. 2 വർഷം എന്നല്ല, 2 ദിവസമേ അയാള് ഇറങ്ങിയിട്ടൊന്നു. കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. ആരാ കൊട്ടേഷൻ തന്നേന്ന് നമ്മൾ ചോദിച്ചിട്ട് അത് അന്നേരം എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് അറിയണേന്ന് ചോദിച്ചു. പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. ഫുഡ് കഴിച്ചിട്ടില്ല. അതുപോലെ വേദനയും മറ്റേ ഒരുപാട് ഗുളികകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു നിമിഷം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ഉപദ്രവിച്ചു അവനവിടെ. കസ്റ്റമറിനെ കൊണ്ടാണ് എന്നെ വീഡിയോ എടുപ്പിച്ചത്. കസ്റ്റമറിന്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കട്ടിലെ കടത്തി എന്നെ ആയിട്ട് വീഡിയോ എടുത്തിരിക്കണത്. മേളിലൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു സാർ. അന്നേരം ഇവന്മാര് ചെല്ലുമ്പോ ആ കസ്റ്റമറിനെ അവര് ശരിക്കും ഉപദ്രവിച്ചു. അത് ജീവിച്ചിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല. അതുപോലെ അതിന്
പിന്നെ എന്റെ ഡ്രസ് ഇല്ലാതെ കൊണ്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പം വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മള് കത്തി ഇങ്ങനെ കൊണ്ടക്കുഴി വെച്ചിട്ടാണ് ഇവന്മാര് ഡ്രസ്സ് ഊരിപ്പിച്ച് അവന്മാര് പറയുന്നുണ്ട്. ബാക്കിയുള്ളവന്മാര് വെളിയിൽ പോയത് വാനിൽ വരും, വടിവാളൊക്കെ ആയിട്ട് വാനിൽ ഇപ്പൊ തന്നെ വരും, നിങ്ങളെ മൂന്നിനെയും പൂശി ഇവിടെ ഇട്ടാല് ആരും അറിയത്തില്ല, ആരും ചോദിക്കാനും ഞങ്ങളോട് വരത്തില്ല, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്ന ടീമുകളാന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അത്രയ്ക്ക് ഉപദ്രവം അവര്. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്ന അതിലൊരു കാപ്പിപ്പൊടി കളറിലെ ബനിയനിട്ട കഴിഞ്ഞ ദിവസം മിഷന് പോയില്ല, അതിന്റെ കാപ്പിപ്പൊടി കളറിലെ ബനിയനിട്ട ആ ചെറുക്കനാണ് എന്നോട് പറയുന്നത്, പുറത്തു പോയവന്മാര് വാനിൽ ഇപ്പൊ വരും വടിവാളുമായിട്ട്, ഞങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഇപ്പോ കേട്ട ആ അതിശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അക്രമത്തിലെ ഭീകരത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അത്രത്തോളം ഭീകരമായിട്ടായിരുന്നു ഈ ഗുണ്ടാ സംഘങ്ങൾ ക്രൂരമായി ആ അതിജീവിതയെ, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. അത്രത്തോളം ഒരുപക്ഷെ നാടിനെ നടുക്കിയ, കേരളത്തെ ഒന്നടക്കം നടുക്കിയ സംഭവം കൂടിയായിരുന്നു. ഇതിന് പോലീസ് ഒത്താശ ചെയ്യുന്നത് കൂടി കേൾക്കുമ്പോൾ അതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. സംഭവം വിവാദമായതോടെ ജില്ലാ പോലീസ് മേധാവി എസ് ആനന്ദ് വിശദീകരണമായി രംഗത്ത് വന്നെങ്കിലും പോലീസും ഗുണ്ടകൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ട് ഇല്ല എന്നാണ് മനസ്സിലായതെന്നും പരാതി ഇല്ലാതെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തത് അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചത്. ആരോപണങ്ങളെ ഗൗരവമായതിനാൽ തന്നെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഗൂഗിൾ പേ അക്കൗണ്ടോ ഫോൺ ബന്ധങ്ങളോ പരിശോധിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അതിന് പിന്നിലെ യഥാർത്ഥ കാരണക്കാരെയും അവർക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വൈകുന്നത് നീതിയുടെ നിഷേധം കൂടിയാണ്. സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇത്തരം കാപ്പപ്പുറകൾ അഴിഞ്ഞാടുന്നത് പോലീസിന്റെ പരാജയം കൂടിയാണ്. പണം കിട്ടിയാൽ ഏത് കുറ്റവാളികളെയും സംരക്ഷിക്കാൻ തയ്യാറാകുന്ന ഉദ്യോഗസ്ഥർ സേനയ്ക്ക് തന്നെ അപമാനവുമാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ കേവലം ബലാത്സംഗം ചെയ്തവർ മാത്രമല്ല, അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരും കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരുമെല്ലാം ശിക്ഷിക്കപ്പെടുകയും വേണം. ഭരണകൂടം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സ്പാ ഉടമകൾ പരാതി നൽകാൻ വൈകുന്ന സാഹചര്യം കൂടി മാറുകയും വേണം. ക്രിമിനലുകളും പോലീസും തമ്മിലുള്ള ഈ പവിത്ര ബന്ധം തകർത്താൽ മാത്രമേ തിരുവല്ല പോലെയുള്ള നഗരങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ഈ പെൺകുട്ടിക്ക് നേട്ട ദുരനുഭവം മറ്റൊരു കുട്ടിക്കും ഒരു സ്ത്രീക്കും ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കേണ്ടതുണ്ട്. സ്പാ ഉടമയായ കാപ്പാക്കേസ് പ്രതിക്ക് വേണ്ടി മാസപ്പടി പിരിച്ചിരുന്ന സുബിൻ തനിക്ക് നേരെ വന്ന വെല്ലുവിളികളെ ക്രൂരമായി അടിച്ചമർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. പോലീസിന് വേണ്ടി മാസപ്പടി പിരിക്കുന്നവൻ എന്ന പദവി ഇയാൾക്ക് നൽകിയ സുരക്ഷിതത്വം ചെറുതൊന്നുമല്ല. മീന്തലക്കരയിലെ സ്പാ ഉടമ സഞ്ജയ് ആദ്യം ഉന്നയിച്ച കൊട്ടേഷൻ ആരോപണം പിന്നീട് തിരുത്തിയത് വലിയ ഭീഷണിയുടെ നിഴലിലാണെന്ന് വേണം ഇതിനെ കരുതാനും. പോലീസ് ഉദ്യോഗസ്ഥൻ സ്പാകളിൽ നിന്ന് പണം വാങ്ങുന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടും നടപടിയെടുക്കാത്തത് ഇത്തരത്തിലുള്ള സംരക്ഷണത്തിന്റെ തെളിവ് കൂടിയാണ്. ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഈ മാഫിയയുടെ ഭാഗമാണെന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോക്ക് തന്നെ പോകുന്നത്. പണം നൽകാത്തവരുടെ സ്ഥാപനങ്ങളിൽ ഗുണ്ടകളെ വിട്ട് അക്രമം അഴിച്ചുവിടുകയും അതിലൂടെ അവരെ വരുതിയിലാക്കുകയും ചെയ്യുന്ന ഈ രീതി തിരുവല്ലയിൽ വർഷങ്ങളായി തുടർന്നതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർമാർ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതിന് പകരം ഗുണ്ടകളുമായി ചേർന്ന് ഇടപാടുകൾ നടത്തുന്നത് സേനയുടെ വിശ്വാസത്തിനെ തകർക്കുന്ന കാര്യം കൂടിയാണ്. അന്വേഷണം ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ നടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പോലീസ് ഗുണ്ട ബന്ധങ്ങൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനിയെങ്കിലും നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കുമെന്നും അതിജീവിതയ്ക്ക് അർഹമായ നീതി ലഭിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കൃത്യമായി പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ട് തിരിച്ചറിഞ്ഞ് മേലുദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരം ഒരു ക്രൂരകൃത്യം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനിയെങ്കിലും മേലുദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ട് ഈ ഗുണ്ട പോലീസ് അവിശുദ്ധ ബന്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്.